ഏഷ്യയിലെ ഏറ്റവും വലിയ നാട്ടാനകളുടെ കേന്ദ്രമായിരുന്നു ഗുരുവായൂർ ആനക്കോട്ട. എന്നാൽ ഇപ്പോൾ ആനകളുടെ ഗണ്യമായ കുറവിൽ ആശങ്കയിലാണ് ആനപ്രേമികൾ. 65ഓളം ആനകൾ ഉണ്ടായിരുന്നയിടത്ത് ഇപ്പോൾ 39 ആനകൾ മാത്രമാണുള്ളത്. ഇതിൽ 25ഓളം ആനകൾ മാത്രമേ പുറത്തേക്ക് എഴുന്നള്ളിപ്പിനായി കൊണ്ടുപോകുന്നുള്ളൂ. രാജു ഗുരുവായൂരിന്റെ റിപ്പോർട്ടിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ സന്ദർശന കേന്ദ്രമാണ് ആനക്കോട്ട. ഈ ആനക്കോട്ടയിൽ 64ഓളം ആനകൾ ഉണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ 65ഓളം ആനകൾ നാട്ടാനകളായിട്ട് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനക്കോട്ടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ചുരുങ്ങി ഏകദേശം 39 ആനകളിലാണ് വന്നു നിൽക്കുന്നത്. ഇക്കാര്യത്തിൽ ആനകളുടെ എണ്ണം കൂടുന്നില്ല എന്നുള്ള ഒരു പ്രതിഷേധം ഭക്തർക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഇടയിലുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നാട്ടാന വളർത്ത് കേന്ദ്രമായിരുന്നു ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പുന്നത്തൂർ ആനക്കോട്ട. ഒരുപാട് ആളുകൾ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ദർശനത്തിനെത്തുന്നവരും ഹിന്ദുക്കളല്ലാത്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുമടക്കം ഒരുപാട് ആളുകളാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പുന്നത്തൂർ ആനക്കോട്ട കാണുവാനും ആനകളെ കാണുവാനും അതിൽ സന്തോഷം പങ്കുവയ്ക്കുവാനും ഒക്കെയായി എത്തിച്ചേർന്നിരുന്നത്. കുറേ വർഷങ്ങളായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകളെ നടയിരുത്താനുള്ള നിയമപ്രശ്നം ഒരു തടസ്സമായി നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും ഒരുപാട് ഭക്തർ ഗുരുവായൂരപ്പനെ ആനക്കുട്ടികളെയും ആനകളെയും നടയിരുത്താൻ മാനസികമായി തയ്യാറായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഇതിൻ്റെ നിയമപ്രശ്നത്തിൻ്റെ നിയമക്കുരുക്കിൽപ്പെട്ടുകൊണ്ട് ആർക്കും അത്തരത്തിൽ ആ വഴിപാട് നടത്തി തീർക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിൻ്റെ ഒരു മുഖ്യമായ പ്രശ്നം എന്ന് പറയുന്നത്, ഇതിൻ്റെ നിയമപ്രശ്നം എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ആനകളെ കൈമാറ്റം ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്ന ഒരു നിയമക്കുരുക്ക് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും നിയമം മാറ്റിയെടുക്കേണ്ട ഒരു അനിവാര്യമാണ്. കേരളത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലേക്കും ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട്, ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട്, പൂര ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആനകളെ അയക്കാനുള്ള വലിയ ഉത്തരവാദിത്തം ഗുരുവായൂർ ദേവസ്വം പോലെയുള്ള ഒരു സ്ഥാപനത്തിനുണ്ട്. സ്വാഭാവികമായും ഗുരുവായൂർ ദേവസ്വത്തിന് ഗണ്യമായ ആനകളുടെ എണ്ണക്കുറവ് മൂലം എല്ലായിടത്തേക്കും ആനകളെ അയക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ തന്നെ ഗുരുവായൂർ ആനക്കോട്ടയിൽ തന്നെ 39 ആനകളിൽ 25ഓളം ആനകളെ മാത്രമാണ് പുറത്ത് പൊതുവായ പരിപാടികളിലേക്കും ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിലെ പരിപാടികൾക്കുമൊക്കെ തന്നെ അയക്കാൻ കഴിയുന്നത്. മറ്റ് ആനകളെ ഒന്നും തന്നെ പുറത്ത് കൊണ്ടുപോയി എഴുന്നള്ളിക്കാൻ പറ്റാത്ത ചില തടസ്സങ്ങളും കാര്യങ്ങളുമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ മാറ്റി പുതിയതായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനക്കുട്ടികളെ നടയിരുത്തണം. ക്ഷേത്രത്തിലെ ചടങ്ങുകൾ വരെ ഏതാനും അടുത്ത വർഷങ്ങൾക്കകം തന്നെ നിലച്ചു പോകുന്ന രീതിയിലേക്കാണ് ആനകളുടെ ഈ ഗണ്യമായ കുറവിലൂടെ നമുക്ക് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശിവേലിക്കടക്കം എഴുന്നള്ളിക്കുന്നതിന് കുട്ടിയാനകൾ വേണം. അതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് ദേവസ്വം നിശ്ചയിച്ചിട്ടുള്ളത് 20 വയസ്സിന് താഴെയുള്ള ആനക്കുട്ടികൾ വന്നാൽ എടുക്കാമെന്നുള്ളതാണ്. കേരളത്തിലെ വനങ്ങളിൽ നിന്നും ആനകളെ പിടിച്ച് ഇപ്പോൾ ഒരു ക്ഷേത്രത്തിലേക്കും കൊടുക്കാനുള്ള ഒരു നിയമം നമുക്ക് അനുവദനീയമല്ല. കാരണം കേരളത്തിലെ വനങ്ങളിൽ നിന്നും ആനകളെ പിടിക്കൽ നിർത്തിയിട്ട് തന്നെ 10, 35, 40 വർഷത്തോളമായി. അതുകൊണ്ട് തന്നെ കുട്ടിയാനകളെ കിട്ടുന്നു. വല്ല അപകടങ്ങളിലൊക്കെ പെട്ട് കിടക്കുന്ന ആനക്കുട്ടികളെ മാത്രമാണ് ഈ വനം വകുപ്പ് അതിനെ പിടിച്ചുകൊണ്ടുപോയി സംരക്ഷിച്ചു കൊണ്ടുവരുന്നത്. ഒട്ടുമിക്ക ആനക്കുട്ടികളെയും തിരിച്ച് വനത്തിലേക്ക് തന്നെ വിടുന്ന ഒരു കാഴ്ചയാണ് നമുക്കൊക്കെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ആനക്കുട്ടികളുടെ ലഭ്യതക്കുറവ് അതാണ് ഈ പ്രശ്നത്തിനൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഗുരുവായൂർ ദേവസ്വത്തിൽ ആനകൾ കുറയുന്നത് ആനകളെ വീണ്ടും നടക്കിരുത്തുന്നില്ല എന്നുള്ളൊരു പ്രതികരണമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ നിന്നും ദേവസ്വവും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഭക്തരുടെയും നാട്ടുകാരുടെയും ആവശ്യം. രാജു ഗുരുവായൂർ, News 18.